വെച്ചാൽ ഗസ് ദി ഒബ്ജക്റ്റ് ചാലഞ്ച് ആണ്. അപ്പൊ ഇതെങ്ങനെയാ കളിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ബോക്സിൽ ഞാനിപ്പോ എന്റെ സാധനം കൊണ്ടുവെക്കും. അപ്പൊ അങ്ങനെ ഇത് കൂടി കൈയിട്ടിട്ട് എന്താണെന്ന് ഗസ് ചെയ്യണം. അതുപോലെ അമ്മയെ കൊണ്ടുവെക്കുന്നത് ഞാനും ഗസ് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ ചാലഞ്ച്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഫസ്റ്റ് ആരാ തുടങ്ങേണ്ടത് നമുക്ക് ടോസ് ചെയ്ത് തീരുമാനിക്കാം. ഹെഡ് ഓഫ് ാണ്. അപ്പൊ ഫസ്റ്റ് അമ്മയാണ് തുടങ്ങുന്നത്. ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ടൊമാറ്റോ സോസ് അല്ലേ? ശരി, തണുപ്പ് ടൊമാറ്റോ സോസ്. അപ്പൊ എടുത്തോ എടുക്കട്ടെ. ഷെല്ല്, ഇതിന്റെ മേലെ വെച്ച ഷെല്ല് അല്ലേ? യെസ്. അപ്പൊ ഫ്രണ്ട്സ് നമുക്കിനി റൗണ്ട് 2 പോവാം. പിന്നെ പാത്രമാണല്ലോ. ഫ്രഷ് ക്രീമാ? ഓക്കെ. ഫ്രഷ് ക്രീം. മിൽക്ക് മേഡോ? പശ. ഇതൊക്കെ പറയാം. ഏതെന്താ പെട്ടി എടുത്തോന്ന് പുറത്തേ എടുക്കില്ലേ? കവർ ഉറപ്പിച്ചോ? ഇത് മറ്റേ സാധനം, പേപ്പർ പോലത്തെ. പേപ്പർ പോലത്തെ പേപ്പർ പേപ്പർ അല്ല, മറ്റേ ഷീറ്റ് ഇല്ലേ, ഒരു ബ്ലൂ കളർ. അപ്പൊ തെറ്റ് ഉള്ളിത്തോലാണ്. അപ്പൊ ഞാൻ ചേച്ചി ഈ സെക്കൻഡ് റൗണ്ടില് ഞങ്ങൾ രണ്ടാളും കറക്റ്റ് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് 3rd റൗണ്ടിലോട്ട് കടക്കാം. ഇതാ പിന്നെ വെട്ടി തന്നെ. ഇതെന്താ സാധനം? അത് മനസ്സിലാക്കി തുടർന്ന് ഇതെന്താ? പിന്നെ ഗമ്മോ? മനസ്സിലാവുന്നുണ്ട്. ഗമ്മല്ലേ ഇത്? ഓക്കെ, ഓർപ്പിച്ചോ. ടൈമർ കഴിയാനായേ. തൊട്ടിട്ട് കൈ ഇതിന് നോക്കാൻ പറ്റൂലേ. ഇത് അങ്ങനത്തെ സാധനമാണ്, കയ്യിൽ വരും. ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കല്ലേ? ഗമ്മല്ലേ ഇത്? മയോണൈസ്. ഉറപ്പിച്ചോ. പക്ഷെ മയോണൈസ് ഞാൻ ഒട്ടുവോ? മയോണൈസ്. മയോണൈസ്. ടൈം കഴിഞ്ഞേ. ഇനി ഞാൻ പറഞ്ഞല്ലോ മയോണൈസ് പറഞ്ഞില്ലേ? ഞാൻ മയോണൈസ്. എന്താ വാക്സ്? വാക്സിലിനോ? ഇപ്പോഴും എന്റെ കൈ നല്ല ഒട്ടുന്നുണ്ട്. ആ വാക്സിലിനായിട്ട് കയറിയിട്ടും. ഇപ്പൊ ഞാൻ അടുത്ത് വെക്കാൻ വന്നതാണ്. അപ്പൊ ഇത് മനസ്സിലാവുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കയ്യിൽ കണ്ട പൈസ ഒട്ടി പിടിക്കാതെ തുടുമ്പത്തേക്ക്. അപ്പം ഇത് നമുക്ക് പൊട്ടാണ്ട് ഉള്ളിൽ വെക്കാം. അപ്പൊ വന്നോ? എന്താ സാധനം? ഇത് പാത്രത്തിലാ. എന്താ? മറ്റേ ജീരകം. ജീരകം തൊട്ടത്തോടെന്ന് മനസ്സിലാവൂ. അരിയാ എന്നിട്ട് മനസ്സിലായി. നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോവാം. പിന്നെ നമുക്ക് എന്താ പാത്രം കാണാൻ നിൽക്കുക? ഏതെന്താ? ഞാൻ തൊടൂല. കിട്ടുന്നുണ്ടോ? ഞാൻ നെക്കി തൊടുക്കാൻ വേണ്ടി. ചിക്കനോ? ചിക്കൻ
പായസോ പായസോ പായസം ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയതാ. പായസം സേവത്തിന് പോലെ ഒത്തിരി കോഴി നോക്ക് എന്താ അത്? അവിടെ വെച്ച മോളെ മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ നോക്കട്ടെ. അങ്ങനത്തെ എന്താ അവിടെ ഉള്ളത്? പൗഡറും ഗ്രൂവും കൂടി കുഴച്ചതാ. ഓക്കെ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അതന്നെ ഉറപ്പിച്ച്. നൂൽപുട്ടിന്റെ സാധനത്തിനാണ് അതാ നൂല് കണ്ടത്. ഞാൻ വിചാരിച്ചു സേമിയാന്ന്. നൂൽപുട്ട് അരിയിച്ചതാട്ടത്. അപ്പൊ ഗൈസ് കഴിഞ്ഞ റൗണ്ടിൽ അമ്മ എനിക്ക് നൂൽപുട്ടിന്റെ മാവാണ് കൊണ്ടുവച്ചത്. അപ്പൊ ഞാൻ എന്താ കൊണ്ടുവച്ചാൽ കാണിച്ചത്. ഇപ്പൊ ഓള് കണ്ടുപിടിക്കൊക്കെ നല്ല ടഫായിരിക്കും. എനിക്ക് അപ്പ കണ്ടില്ലേ. അപ്പൊ അതേ വെക്കാം. ഇത് തക്കാളി വെള്ളപ്പൊടിയാണ്. എന്ത് വെള്ളപ്പൊടിയാണ്? വെള്ളപ്പൊടിയിൽ ഉരുളക്കിഴങ്ങ് വെച്ചത്. വെള്ളപ്പൊടിയാ? വെള്ളപ്പൊടി എന്താണ്? മറ്റൊരു കുപ്പിയിലുള്ള എന്താണ് കറക്റ്റായി പറയണം. പൊടി പറയണോ? ആ വെച്ച് നോക്കാൻ പോവാണ്. ഇത് ആട്ടേന്റെ മാവല്ലേ? നീ എന്താ പറ. ഇത് ഉരുളക്കിഴങ്ങ്. ഇത് ഉരുളക്കിഴങ്ങ്. ഈ പെട്ടി മുഴുവൻ വൃത്തിയേടാക്കി. ഉപ്പ് ഉപ്പ് ഉരുളക്കിഴങ്ങ്. ഇതൊക്കെ ഒരേപോലെ പേസ്റ്റോ? ഇത് ഇങ്ങനെ പറ്റും കേട്ടോ. അടുത്തത് എനിക്ക് കിട്ടി. എന്താ വെക്കേണ്ടത് ഗൈസ്? ഇത് ക്രീമാണ്. ഇത് പൗഡറും ഫെവിക്കോളും കൂടി മിക്സ് ആക്കി, ഗമ്മും കൂടി മിക്സ് ആക്കി ഉറപ്പിച്ചോ? ഉറപ്പിച്ച് അല്ലേ? കാരണം ഇതിനകത്ത് അരിതരി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ റൗണ്ടിൽ പറഞ്ഞ പോലെ പോയി ചെയ്തതാ അല്ലേ? ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടല്ല അല്ല അതല്ല. ഇതിൽ കൂടുതൽ ജയിച്ചത് ഞാനാണ്, തോറ്റത് അമ്മയാണ്. തോറ്റത് ഞാനാണ് ജയിച്ചത്. അല്ല ഞാനാണ് ജയിച്ചത്. ഞാനാണ് ജയിച്ചത്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാം ആരാ ജയിച്ചത് ആരാ തോറ്റെന്നൊക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് എല്ലാം ചെയ്യുക. ബൈ.